രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി കാണുന്നതിനോട് വിയോജിപ്പുണ്ടെന്ന് ഡോക്ടർ ശശി തരൂർ MP. ഉദ്ഘാടന ചടങ്ങിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണം ലഭിച്ചവർ. പാർട്ടി ഇതുവരെ ഒരു നിലപാടും എടുത്തിട്ടില്ലെന്നും ഡോക്ടർ ശശി തരൂർ 24-നോട് പറഞ്ഞു. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുന്നത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ആ 3-4 നേതാക്കൾ അവർ സ്വയം തീരുമാനമെടുക്കും. ഞങ്ങൾക്ക് ഈ അവസരത്തിനെ രാഷ്ട്രീയം ചെയ്യുന്നത് തീരെ താല്പര്യമില്ല. പക്ഷെ ഒരേ സമയത്ത് ആൾക്കാർക്ക് ജനങ്ങളുടെ ഒരു ഭക്തിയുണ്ട്. അതിനെ അംഗീകരിക്കാനോ അതിനെ ഒരു ബഹുമാനിക്കാൻ വേണ്ടി പോകാൻ തോന്നിയാൽ ആരും അതിന് തെറ്റായി കാണുന്നില്ല. പാർട്ടിക്ക് ഒരു തീരുമാനമില്ലേ? ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്ന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ശ്രീജിത്ത് ശ്രീകുമാർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും. ശ്രീജിത്ത്, ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പാർട്ടി തീരുമാനം വൈകുമെന്ന് പറയുന്നു, അതേസമയം തന്നെ രാഷ്ട്രീയമായി ഇതിനെ കാണുന്നതിനോട് യോജിപ്പില്ല എന്നുകൂടി തരൂർ പറയുന്നുണ്ടല്ലോ. വിവരങ്ങൾ. ഈ വിഷയത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളമല്ല ഉത്തരേന്ത്യ എന്ന കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. ശശി തരൂരിൻ്റെ വാക്കുകളിലും അത് കൃത്യമായി ഉണ്ട്. ഭക്തിയുള്ള നേതാക്കൾ ആരെങ്കിലും പോകണമോ എന്ന് തീരുമാനിച്ചാൽ, ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകണമോ എന്ന് തീരുമാനിച്ചാൽ ഈ തങ്ങൾക്ക് തടുക്കാനാകില്ല, അവരെ തെറ്റു പറയാനാകില്ല എന്നാണ് പറയുന്നത്. നേതാക്കൾക്ക് തീരുമാനിക്കാം. 4 നേതാക്കൾക്ക് ക്ഷണമുണ്ട്. അവർ വ്യക്തിപരമായി തീരുമാനമെടുക്കും. കോൺഗ്രസ് ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അടക്കം ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ സീതാറാം യെച്ചൂരി കാണിച്ച ആർജവം സോണിയാഗാന്ധി കാണിക്കണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഡോക്ടർ ശശി തരൂരിൻ്റെ കൂടി ഒരു പ്രസ്താവന വരുന്നത്. തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. അതിലെടുത്തു പറയേണ്ടത് 2ാമത്തെ വാചകമാണ്. ആരെങ്കിലും ഭക്തിയുള്ള ആരെങ്കിലും പോവുകയാണെങ്കിൽ തങ്ങൾക്ക് തെറ്റു പറയാനാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ശശി തരൂരിൻ്റെ വാക്കുകളും വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.